ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോമാണ്. ആൽഫ്രഡ് വെല്ലിംഗ്ടൺ പേർഡി എഴുതിയിട്ടുള്ള മാരിഡ് മാൻ സോങ് എന്ന പോമാണ്. സോ ഈ പോമിൽ മെയിനായിട്ട് പറയുന്നുള്ളത് പോസ്റ്റ് കൊളോണിയൽ കനേഡിയൻ ലൈഫിൻ്റെ ഫ്രസ്ട്രേഷൻസും ഡിലേമാസും ഒക്കെയാണ് ഇതിലെടുത്ത് കാണിച്ചിട്ടുള്ളത്. ഒരു മാന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്സും കാര്യത്തിലാണ് ഈ പോം തുടങ്ങുന്നുള്ളത്. അത് എൻഡ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ആ റിയാലിറ്റി അതെങ്ങനെയൊക്കെ അയാളുടെ റിയൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യും, ഒരു സാഡ്നെസ് അതിലായിട്ടാണ് എൻഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് പോവാം. ഫസ്റ്റ് അഞ്ചാൽ പറയുന്നുള്ളത് ഒരു മിഡിൽ ഏജ്ഡ് മാൻ, ലോങ് മാരീഡ് ആയിട്ടുള്ള കുറേ വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് കുടുംബജീവിതം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു മിഡിൽ ഏജ്ഡ് മാൻ ഒരു യങ് ഗേളായിട്ട് റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. അപ്പോൾ അയാളോടും ആ ഗേളിനോട് എന്താ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയാം. ഈ ബോറിംഗ് ആയിട്ടുള്ള ഈ ലൈഫിൻ്റെ ഇടയിൽ ഒരു എക്സൈറ്റ്മെൻ്റ് എന്നാണോ, അല്ല റുട്ടീൻ ജോബിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു ബോറിംഗ് മാറ്റാനുള്ള ഒരു സാധനമായിട്ടാണ്, എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിന് വിശേഷിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നുള്ളത്. കമ്മിങ് ടു ദി സെക്കൻഡ് സ്റ്റാൻഡ, ഇവർ രണ്ടുപേരും ഒരു റൂമിൽ ഹാവിങ് സെക്സ് നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഈ റൂമൊക്കെ വാനിഷായി പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ അവർക്ക് അഷെയിംഡ് ഒന്നുമല്ല, അവർ ഇതൊന്നുമല്ല, ഷെയിംലെസ് ഒന്നുമല്ല. പക്ഷെ ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ പോസ്റ്റ് കൊളോണിയൽ കനേഡിയൻസിന് ഒരു നാണോമാനമൊന്നുമില്ല ആ ഒരു സൊസൈറ്റിക്ക്. ഇവർ ഒരു മിഡിൽ ഏജ്ഡ് മാനും യങ് ലേഡിയും ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്നതെന്ന് ബാക്കിയുള്ളവർ അറിഞ്ഞാൽ ഇവർക്കൊന്നും അത് ബാധിക്കുന്ന വിഷയമല്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യുക. ആ ഒരു ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് പോസ്റ്റ് കൊളോണിയൽ കനേഡിയൻ പീപ്പിൾ എന്നാണ് ഇതുകൊണ്ട് ഇവിടെ പോർട്രേ ചെയ്യുന്നുള്ളത്. അതേപോലെ പറയുന്നുള്ളത് ഈ മിഡിൽ ഏജ്ഡ് മാനിന് ഇവളെ ബാഡ് സൈഡ്, ഈ ബോഡി മാത്രമേ തൊടാൻ പറ്റുള്ളൂ, പക്ഷേ അവളുടെ ഉള്ളിലുള്ള ആ ഒരു ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റീനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റൂല ഈ റിലേഷൻഷിപ്പിലൂടെ എന്ന് പറയുന്നത്. ഇനി ഒരു സൈഡ് ഈ യങ് ഗേളിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കുകയാണെങ്കിൽ അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ബിക്കോസ് അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, വീട് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് ആ ഒരു കൺസെപ്റ്റാണ്. അതേപോലെ ഇവൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഇവൾ ആ ഒരു ശരീരം കാണാനൊക്കെ ഇവൾ മിഡിൽ ഏജ്ഡ് മാനേക്കാളും ഒരു ഓൾഡായിട്ട് കാണുന്നു, ബിക്കോസ് ഓഫ് ഹർ പുവർ ഹെൽത്ത് കണ്ടീഷൻ. അങ്ങനെ അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ പോയറ്റ് പറയുന്നുണ്ട്, ഈ മിഡിൽ ഏജ്ഡ് മാൻ ഇയാളുടെ വൈഫിനോട് എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയും. ഹൗ ക്യാൻ ഹി ടെൽ ടു ഹിസ് വൈഫ് എബൌട്ട് ദിസ്? ഇങ്ങനെ പറയും, ഞാനിങ്ങനെ ഒരു യങ് ഗേളായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇയാളുടെ ആ ഒരു സിറ്റുവേഷനെയും ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗിൽറ്റി ഒന്നല്ല. ദേ ആർ നോട്ട് ഫീലിംഗ് ഗിൽറ്റി അബൌട്ട് ദെയർ സെക്സ് റിലേഷൻഷിപ്പ്. ബിക്കോസ് മെൻ എന്തിനാണ് ആ ഏജ്ഡ് മാനായിട്ടുള്ള ആൾ പ്ലഷറിന് വേണ്ടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് കാണുന്നുണ്ടെങ്കിൽ ഈ പെങ്കൊച്ച് യങ് ഗേൾ കാണുന്നുള്ളത് മണി ഫോർ ലിവിങ് ഫോർ ഫാമിലി, അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവൾ ഈ റിലേഷൻഷിപ്പിൽ വീണ് പോകുന്നത്. കമ്മിങ് ടു തേർഡ് സ്റ്റാൻഡ, അതിൽ പറയുന്ന അവർ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നോട്ട് ക്വൈറ്റ് സ്ട്രേഞ്ചർ ബട്ട് നെവർ ഫ്രണ്ട്സ്. അവരൊരിക്കലും സ്ട്രേഞ്ചേഴ്സ് അല്ല, ഫ്രണ്ട്സും അല്ല. പക്ഷേ അവർ പുറത്തുനിന്ന് കണ്ടാൽ ജസ്റ്റ് കാഷ്വലി പരിചയമുള്ള ആൾക്കാരെ പോലെ ഷേക്ക് ഹാൻഡ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അവർ സ്ട്രേഞ്ചേഴ്സും അല്ല, പക്ഷേ ഫ്രണ്ട്സും അല്ല. അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടത് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നല്ല ഡ്രസ്സായിട്ട് വെൽ ഡ്രസ്ഡ് പേഴ്സൺസ് അവരെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അവർക്ക് പോലെ ആയിരിക്കാം. പുറത്തുള്ള കാണുന്ന അപ്പിയറൻസ് വെച്ചിട്ട് ഒരിക്കലും ഉള്ളിലുള്ള ആ ഒരു ഇതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇയാൾക്ക് ഇവളെ അപ്പിയർ ചെയ്തിട്ട് ഇതാക്കാനൊക്കെ ചെയ്യാം, പക്ഷേ ഇവളെ ഇന്നർ ബ്യൂട്ടീനെ നശിപ്പിക്കാൻ പറ്റൂല. ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് സമൂഹത്തിൽ ആ മാന്യമായി നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലൊന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല, അങ്ങനെയാണ് പറയുന്നത്. കമ്മിങ് ടു ദ ഫോർത്ത് സ്റ്റാൻഡ, എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല. ചില ആണുങ്ങളുണ്ട് കല്യാണം കഴിച്ചിട്ട് അവരെ ഭാര്യയൊത്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനൊന്നും പോവാത്ത ആൾക്കാരുമുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഇവർ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ ടൈപ്പ് റിലേഷൻഷിപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇവർക്കാണ് അതിൻ്റെ ഷെയിംഫുള്ള്. ഇങ്ങനത്തെ ആൾക്കാർ എന്തിനങ്ങനെ പോകുന്നത്, ഇവർക്ക് എല്ലാ ആൾക്കാരെയും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ദേ ആർ ഫീലിംഗ് ഷെയിംഫുൾ ബിക്കോസ് ഓഫ് ദീസ് കൈൻഡ്സ് ആക്ഷൻസ്. അതേപോലെ ന്യൂ ജനറേഷൻ, ഇപ്പോൾ ഈ പോസ്റ്റ് കൊളോണിയൽ കനേഡിയൻ പീപ്പിൾസിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
ഇനി അടുത്ത സ്റ്റാൻസ 5 ഫൈനൽ സ്റ്റാൻസയിൽ പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ കനേഡിയൻ പീപ്പിൾസിനെ കുറിച്ചിട്ടാണ്. അവർ മെറ്റീരിയൽ ലൈഫിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരെ കൾച്ചറൊക്കെ ലോസ്റ്റ് ആയിട്ടുണ്ട്. അവരെ ലൈഫിൽ അവരെ ഓൺ വേൾഡിലാണ് ജീവിക്കുന്നത്. അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ജീവിക്കുന്നു. ബാക്കിയുള്ളവരുടെ കാര്യത്തിലും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു അതിലൊന്നും ഇവർ വില കൊടുക്കുന്നേ ഇല്ല. അത് ഇവർ കെയർ ചെയ്യുന്നേ ഇല്ല. അവർ ലക്ഷറീസ് റിസോർട്ട് വാങ്ങിക്കുന്നുണ്ട്, അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എസെൻസ് ഓഫ് ലൈഫ്, അവരെ കൾച്ചറൊക്കെ ഇവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു പ്യൂരിറ്റി, പീപ്പിൾ ലോസ് ദിയർ പ്യൂരിറ്റി, ഇങ്ങനെയാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ നേച്ചർ ഇവരെ ഇമ്മൊറാലിറ്റി ഓഫ് പീപ്പിൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നേച്ചർ ഇതൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ പോയറ്റ് ഒരാളെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒരു ക്ലർക്ക്. അപ്പോൾ അയാൾ രാത്രിയാകാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അയാൾ രാത്രിയിൽ അയാളെ ലവറിനടുത്ത് പോവുള്ളൂ. ഡേ ലൈറ്റിൽ അയാൾ ലവറിനടുത്ത് പോവില്ല. ഹി ലൈക്സ് ടു കം ഇൻ ഡാർക്സ്. അതെന്ന് പറയുന്നത് അയാളൊരു ട്രൂ ലവർ അല്ല എന്നാണ് തെളിയിക്കുന്നത്. ആരും കാണാത്ത സമയത്ത് മാത്രമേ ലവറിൻ്റെ അടുത്ത് പോകുന്നുള്ളൂ, അയാളെ ആവശ്യത്തിന് മാത്രം. അപ്പോൾ അങ്ങനത്തെ ഈ പോയറ്റ് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ഹീസ് എ പേഴ്സൺ ഹു കവേർഡ് ഗുഡ് ഫേസ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ആൾക്കാരുടെ ഇടയിൽ നല്ല ഒരു ഗുഡ് അപ്പിയറൻസ്, അവൽ ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞിട്ടുള്ള ആൾ, അങ്ങനെയാണ്. പക്ഷേ ഇൻ ദ നൈറ്റ് ഹി വെൻ ടു ഹിസ് ലവർ, അങ്ങനെ നൈറ്റാണ് ലവറിനടുത്ത് പോകുന്നുള്ളത്. ഈ പോം 2 തീമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒന്ന് ഡിസയർ, രണ്ടാമത് ഗിൽട്ട്. ഓക്കെ, ഈ പോം മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് ദ ഇന്നർ കോൺഫ്ലിക്റ്റ് ഓഫ് എ ലോങ് മാരിഡ് മിഡിൽ ഏജ്ഡ് മാൻ ആസ് ഹി എൻഗേജ് ഇൻ എ അഫെയർ വിത്ത് എ യങ് ഗേൾ. ഇതാണ് മെയിനായിട്ട് പറയുന്നുള്ളത്. അപ്പോൾ തീംസ് ഓഫ് ഡിസയർ, ഗിൽട്ട്, ആ സെർച്ച് ഫോർ മീനിങ് ഇൻ ദ മൊണോട്ടോമി ഓഫ് സെറ്റിൽ ലൈഫ്, ഇതൊക്കെ ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. ആൾക്കാർക്ക് ആ ഒരു മോഡേണിസം വന്ന ശേഷം അവരെ ലൈഫിൻ്റെ വാല്യൂ ഒക്കെ നഷ്ടപ്പെട്ടു. അതേപോലെ അവർക്ക് ഒരു കാര്യം ചെയ്യുന്നതിൽ നോ ഷെയിം ഒന്നുമില്ല, വേണ്ട പോലെ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു, ആരെന്ത് ചിന്തിക്കുന്നു ഒന്നിനും വില കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. ദേ ആർ ലിവിങ് ഇൻ ദെയർ ഓൺ വേൾഡ്. പിന്നെ തീംസ് ഇങ്ങനെ എക്സ്ട്രാ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ്, ആ ഒരു മാരീഡ് മാനിൻ്റെ ഇന്നർ കോൺഫ്ലിക്ട്സാണ് ഇതിലെടുത്ത് കാണിക്കുന്നുള്ളത്. അയാൾ എക്സൈറ്റഡ് ആണ്, ബോത്ത് അറ്റ് ദ സെയിം ടൈം ഗിൽട്ടും ആണ്. അയാൾക്ക് ഓൾറെഡി ഒരു ഭാര്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇയാൾ ഭയങ്കര ഗിൽട്ടിയാണ്. അവളോട് എന്ത് പറയും ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ചിട്ട്. അറ്റ് ദ സെയിം ഹീസ് എക്സൈറ്റഡ് അബൌട്ട് ദ റിലേഷൻഷിപ്പ്. അതേപോലെ മൂഡ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആദ്യം എക്സൈറ്റഡ് ആണെങ്കിൽ പിന്നെ ഒരു ഡീപ്പർ സാഡ് റിഫ്ലക്ഷൻ ഉണ്ട്. ഭാവി എന്തായിരിക്കും, ഈ റിലേഷൻഷിപ്പ് ഭാര്യ അറിഞ്ഞാൽ, അങ്ങനത്തെ അവലാദികളും ഇതിലുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.